എന്നോട് ചോദിച്ചു, ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. അല്ല, അവസാനിച്ചു കഴിഞ്ഞു. ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ. കൂടുതൽ വിശദീകരിക്കാൻ നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ കണ്ടതോടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, ഇനിയെല്ലാം അന്വേഷിക്കട്ടെ എന്ന് PV അൻവർ പറയുമ്പോൾ അൻവറിന്റെ പിന്നിലാര്, ലക്ഷ്യമെന്ത് തുടങ്ങിയ ചോദ്യങ്ങളെക്കാൾ പ്രസക്തം P ശശിയും M.R. അജിത് കുമാറും ചേർന്ന് കൈയാളുന്ന കേരളത്തിലെ പോലീസ് ഭരണം മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്നതാണ്. സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും ഫോൺ ചോർത്തലും കൊലപാതകവും വരെ ക്രമസമാധാന പാലകനായ ADGP നടത്തിയെന്ന് ഭരണപക്ഷ MLA പറയുമ്പോൾ ഇപ്പോഴത്തെ അന്വേഷണ പ്രഹസനം പോരാ. ADGPയെ കുറിച്ച് അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥർ. സ്വന്തം വകുപ്പിനെതിരായ പരാതിക്ക് അത്ര ഗൗരവമേ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളൂ. ഇനിയെല്ലാം മുഖ്യമന്ത്രി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് മൗനത്തിൽ ഒളിച്ച PV അൻവറിനേക്കാൾ പിണറായി വിജയനാണ് ഇനി പറയേണ്ടത്. അങ്ങയുടെ ഓഫീസ് അവതാരങ്ങളുടെ കൂടാരമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T. ആസഫ് അലി, CPM സഹയാത്രികനായ അഡ്വക്കേറ്റ് BN ഹസ്കർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, BJP വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ എന്നിവർ ചേരുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതെന്ത് ന്യായമാണ്? ഒരു ഭരണപക്ഷ MLA തന്നെ ഇത്തരമൊരു വലിയ ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിക്കുമ്പോൾ, അതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഇവിടെ ക്രമസമാധാന പാലന ചുമതല കൈയാളുന്ന ADGP M.R. അജിത് കുമാറിനെതിരെയും, എന്നിട്ടും ഒരു അന്വേഷണ പ്രഹസനം മാത്രം എന്തുകൊണ്ട്? അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, മുഖ്യമന്ത്രി ഈ രണ്ടുപേരെയും സംരക്ഷിക്കുകയാണ്. അതിനപ്പുറം എന്തു പറയാനാണ് ഇതിനെക്കുറിച്ച്? മഞ്ജുഷേ, ഒറ്റവാക്കിൽ ഇതിന് ഉത്തരം പറഞ്ഞാൽ കേരളത്തിൽ പ്രതിപക്ഷമുണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് ആവർത്തിക്കേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷം അല്ലല്ലോ ഇത്തരം ഒരു വിഷയം ഉന്നയിച്ചത്. കേരളത്തിലെ ഭരണപക്ഷത്തുള്ള ഒരു MLA, CPM MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇക്കാര്യത്തിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. അതിനുള്ള ആർജവം കാണിക്കാനുള്ള ഇടമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്നാണ് ഈ സംഭവം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. ശ്രീ PV അൻവർ ഉന്നയിച്ച ചോദ്യം കേരളത്തിലെ അഴിമതി രഹിതമാക്കുന്നതിനു വേണ്ടി ഒരു കുരിശുദ്ധമാണെന്ന് മാത്രം കരുതാൻ ഞാൻ തയ്യാറല്ല. എന്നിരുന്നാൽ പോലും കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് നേരെ അദ്ദേഹം നടത്തുന്ന ഒരു വലിയ പ്രതിഷേധം, പ്രതീകാത്മകമായ രോക്ഷപ്രകടനം ഒക്കെയായി നമുക്കിതിനെ കാണാം. അങ്ങ് പറഞ്ഞതുപോലെ ഇതിൽ തെളിവുകളുടെ ഒന്നും അടിസ്ഥാനമില്ല. ഒറ്റ കാര്യം, തെളിവുകളുടെ അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ഇത് പ്രതിപക്ഷമല്ല, ഭരണപക്ഷ MLA ആണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യത കൂടുതലാണ്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. ആണല്ലോ? അങ്ങനെ വരുമ്പോൾ അതിന്റെ മെറിറ്റിൽ ഉൾക്കൊള്ളുവാൻ, പ്രതിപക്ഷത്തിന്റെ ആരോപണമാണെങ്കിൽ ഇത് പ്രതിപക്ഷ ആരോപണമാണ്, അത് രാഷ്ട്രീയ ആരോപണമാണ്, തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കാം, അല്ലെങ്കിൽ പേരിനൊരു അന്വേഷണം നടത്താം. ഇതങ്ങനെയല്ല. ഭരണപക്ഷത്തെ ഒരു MLA തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ മെറിറ്റിൽ കാണുവാനായിട്ട് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇന്നലെ മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ പറഞ്ഞുവല്ലോ. ഇപ്പോൾ മാധ്യമങ്ങൾ കേൾക്കെ പറഞ്ഞ കാര്യം എന്താണ്? കർശനമായ നടപടി ഉണ്ടാകും, പുഴുക്കുത്തുകൾ ഉണ്ടാവില്ല പോലീസ് സേനയിൽ എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ പ്രസംഗങ്ങൾ നടത്തിയതിനു ശേഷം രാത്രി വന്ന ഉത്തരവിൽ M.R. അജിത് കുമാറിനെതിരെ ഒന്നുമില്ല. അത് മാത്രമല്ല, M.R. അജിത് കുമാറിനെ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളല്ല അന്വേഷിക്കുന്നത്, പോലീസ് സേനയ്ക്കെതിരെ മുഴുവനായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചുള്ള ഒരു പരത്തിയുള്ള അന്വേഷണമാണ്. അവിടെ ഒരു മേൽനോട്ട ചുമതല മാത്രമേ DGPക്കുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം M.R. അജിത് കുമാറിന്റെ റാങ്കിനേക്കാൾ താഴെ റാങ്കുള്ളവരാണ്.
അവരെങ്ങനെയാണ് ADGPക്കെതിരെ അന്വേഷണം നടത്തുക? അഡ്വക്കേറ്റ് BN ഹസ്കർ ഇതാരെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ്? അപ്പോൾ ആ ആരോപണത്തിന്റെ അതൊരു ഭരണപക്ഷ MLA ആണ് ഉന്നയിച്ചത് എന്നുള്ള അതിന്റെ മെറിറ്റ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല? അങ്ങനെയല്ല, മഞ്ജുഷ് ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്. ഒന്ന്, ഇതിൽ പ്രധാനമായും ശ്രീ MR അജിത് കുമാർ ഒരു പരാതി നൽകി. PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. അദ്ദേഹം രേഖാമൂലം മുഖ്യമന്ത്രിക്ക് ഇന്നൊരു കത്ത് കൈമാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത് രണ്ടും വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോ ഈ ശ്രീ MR അജിത് കുമാറിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരല്ല, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇക്കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനോട് മാത്രമേ കീഴുദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനിടയിലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൈമാറാൻ പാടില്ല എന്ന് പോലീസ് മാനുവലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവിക പോലീസ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ ഇവിടെ സംഭവിച്ചത്? അക്കാര്യങ്ങളാണോ ഇവിടെ ഭരണപക്ഷ MLA തന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്? ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു, എന്തിനെല്ലാം കൂട്ടുനിന്നു എന്നുള്ള കാര്യം അക്കമിട്ട് പറയുകയായിരുന്നു. അത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ സ്വർണം പൊട്ടിക്കൽ മുതൽ കൊലപാതകം വരെ നടത്തിയിട്ടുള്ള ആളാണ് ADGP എന്ന് പറയുമ്പോൾ കുറച്ച് കീഴുദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ആ കീഴുദ്യോഗസ്ഥർക്കല്ല അന്വേഷണം ചുമതല, DGPക്ക് തന്നെയാണ് എന്ന് താങ്കൾക്ക് എങ്ങനെ പറയുവാൻ തോന്നുന്നു? ആ മനുഷ്യനെ അവിടെ നിന്ന് മാറ്റി നിർത്തുവാൻ എന്താണ് കുഴപ്പമുള്ളത്? ഈ ADGP MR അജിത് കുമാർ തന്നെ വേണം ക്രമസമാധാന പാലനത്തിൽ എന്ന് മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര നിർബന്ധം? മഞ്ജുഷ, കേരളം ഒരു വെള്ളരിക്ക പട്ടണമല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഇന്റലിജൻസ് ബ്യൂറോയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ, കൊലപാതകം അടക്കമുള്ള ക്രൂരമായിട്ടുള്ള ഹൈനസ് ക്രൈമിൽ പെടുകയാണ് എങ്കിൽ കൃത്യമായി ആ വിവരം ഇന്റലിജൻസ് മുഖാന്തരം മുഖ്യമന്ത്രിയുടെ ടേബിളിലും ആഭ്യന്തര വകുപ്പിനും എത്തുന്നതിന് ഒരു സമയം പോലും കാലതാമസം ഉണ്ടാവില്ല. കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ഒരു സമയം പോലും പാഴാക്കാനാവില്ല. ആ വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്റലിജൻസ് ബ്രീഫിംഗ് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. അതില്ല എങ്കിൽ അൻവർ കള്ളം പറയുന്നതാണ്. ഏതെങ്കിലും ഒന്നുണ്ടല്ലോ അവിടെ. രണ്ട്, അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം അത് റെക്കോർഡ് ചെയ്യുകയും അതിങ്ങനെ പരസ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നു സാമാന്യ യുക്തിക്കോ അതല്ലെങ്കിൽ ധാർമ്മികതയ്ക്കോ നൈതികത ബോധത്തിനോ ചേർന്നതല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. അദ്ദേഹം ഉന്നയിച്ചുള്ള ആരോപണത്തിന്റെ കാമ്പും കടമ്പും എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണം അന്വേഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൊതുവേദിയിൽ വെച്ചൊരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത്. ഒരുപക്ഷെ ഒരു നോട്ടിന്റെയോ ഒരു ജിയോയുടെയോ ഒരു DGPയുടെ ഉത്തരവിന്റെയോ അടിസ്ഥാനത്തിൽ ചെയ്യാമായിരുന്നത് മുഖ്യമന്ത്രി പൊതുവേദിയിൽ ഒന്നുമില്ല. പൊതുവേദിയിൽ പറഞ്ഞതും ജിയോ ആയിട്ട് വന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾക്ക് അത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. പൊതുവേദിയിൽ പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാവുന്നത് MR അജിത് കുമാറിനെ മാറ്റി നിർത്താൻ പോവുകയാണ്, സേനയിലെ പുഴുക്കുത്തുകളൊന്നും ഉണ്ടാവുകയില്ല, സംശയത്തിന് അതീതരായിരിക്കും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എന്നൊക്കെയായിരുന്നു. പക്ഷേ അവസാനം ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഉത്തരവ് വന്നപ്പോൾ ഒന്നുമില്ല അതിനകത്ത് എന്ത് ചികഞ്ഞെടുത്ത് വായിക്കുവാനാണ്? MR അജിത് കുമാർ ഏത് പദവിയിലായിരുന്നു ആ പദവിയിൽ ഒരു കോട്ടവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ പറയുന്ന ഈ പത്തനംതിട്ട SP കാര്യം, സസ്പെൻഷൻ ഇല്ല, ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൊതുസമൂഹം കേട്ടതാണ് അൻവറും ഈ SP തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ. എത്ര താഴ്ന്ന രീതിയിലാണ് ഈ SP സംസാരിക്കുന്നത് എന്നൊക്കെ ഈ പൊതുസമൂഹം കേട്ടതാണ്. ഇദ്ദേഹമൊക്കെയാണോ ഇവിടെ പൊതുജനങ്ങളുടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഒരു ജില്ലയുടെ മുഴുവൻ ചുമതലയിൽ ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരാളെ ആ മിനിറ്റിൽ തന്നെ മാറ്റി നിർത്തേണ്ടതല്ലേ? എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മടി? അഡ്വക്കേറ്റ് അസഫ് അലി ഹസ്കർ പറയുന്ന ന്യായം താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചു, അത് ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമാണെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഈ നിലമ്പൂർ MLAയുടെ വെളിപ്പെടുത്തലുകൾ. ആ വെളിപ്പെടുത്തലുകളിൽ ആ ADGPക്കെതിരെ വന്നിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട അതീവ ഗുരുതരമായ വിവരങ്ങൾ, ആരോപണം മാത്രമല്ലത്. അതൊരു ആരോപണം മാത്രമേ അല്ല, അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് താഴെ ഇറങ്ങി ഇത് വിഴുങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പൂരം കലക്കിയ വിവരം അതെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPIയുടെ നേതാവ് പറഞ്ഞില്ലേ അത് ശരിയാണെന്ന്. അപ്പൊ ഇത്തരം 2-3 സംഭവങ്ങൾ ഈ ADGPയുടെ ഇൻട്രസ്റ്റിന് ചെയ്തതാണോ അത്? വാട്ട് ഈസ് ഹിസ് ഇൻട്രസ്റ്റ്? തൃശൂർ പൂരം കലക്കാൻ ഈ ഉദ്യോഗസ്ഥന് എന്താണ് താല്പര്യം? അപ്പൊ ഇതിൽ മുഖ്യ പ്രതി ആരാണ്? നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തത്. തൃശൂർ പൂരം കലക്കി BJPക്ക് അനുകൂലമായി ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏക CPM മുഖ്യമന്ത്രി സ്ഥലം വിടുന്നു വിദേശത്തേക്ക്. ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനത്തും വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രിയെ കാണാനില്ല. അദ്ദേഹം അജ്ഞാതമായ സ്ഥലത്ത് പോയിരിക്കുന്നു. ആർക്ക് വേണ്ടിയാ? അപ്പൊ മോഡിയുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയാണ് കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം ഒരു MP-യെ നമ്മൾ ജയിപ്പിച്ചു തരും. അപ്പൊ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് തോന്നൽ വന്നപ്പോൾ തൃശൂർ പൂരം എന്ന് പറയുന്നത് കേരളീയ സംസ്കാരത്തിന്റെ ഒരു ഉത്സവമാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഉത്സവമാണ്. അപ്പൊ ആ ജനവിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തി പോലീസിനെതിരെ തിരിച്ച് അതിന്റെ ഗുണം സുരേഷ് ഗോപിക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് ഈ ADGPയുടെ ആവശ്യമല്ല. അത് പൊളിറ്റിക്കൽ റിക്വയർമെന്റ് ഓഫ് പിണറായി വിജയനാണ്. 2, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളാണ് ഈ പൊട്ടിക്കൽ കള്ളക്കടത്തിന്റെ മെയിൻ ഓപ്പറേറ്റേഴ്സ്. ആ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ ഈ ADGPയുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ആരുടെ പൊളിറ്റിക്കൽ റിക്വയർമെന്റ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത്? ഇന്ന് ഈ നിലമ്പൂർ MLA വിളിച്ച് സൈലൻസ് ചെയ്തു മുഖ്യമന്ത്രി. എന്താ കാരണം? ആദ്യം ഈ നിലമ്പൂർ MLA വിചാരിക്കുന്നത് ഞാൻ ഇന്ന് നിർത്തിയാൽ ഇത് തീർന്നിട്ടില്ല. ഭൂതം പുറത്തു വന്നു കഴിഞ്ഞു. അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി ഈ വിവരങ്ങളെല്ലാം നന്നായി മുഖ്യമന്ത്രിക്കറിയാം. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതമാണ്. ഇതിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഇൻ ക്രൈമാണ് മുഖ്യമന്ത്രിയും ഈ ADGPയും. ADGPയെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഉപയോഗിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ റിക്വയർമെന്റ് ആണ്. അത് കുറ്റകൃത്യത്തിന്റെ രൂപത്തിൽ, ഹീനിയസ് കുറ്റകൃത്യത്തിന്റെ രൂപത്തിൽ നമ്മൾ പൊതുസമൂഹം ഈ നിലമ്പൂർ MLA മുഖാന്തരം പുറത്തു വന്നു. ആ വിവരത്തെ സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിലമ്പൂർ MLA PV അൻവർ പറയുന്നത് ഇനി അങ്ങോട്ട് അന്വേഷണം നടക്കുമെന്നാണ്. താങ്കൾ പറയുന്നു മുഖ്യമന്ത്രി നിലമ്പൂർ MLA വിളിച്ച് ഒരു വാണിങ്ങിന്റെ രൂപത്തിൽ കൊടുത്തു എന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഈ എന്തായാലും കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ട് കഴിഞ്ഞു, അതങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ MLA അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ വരുന്നത്? അതായത് മുഖ്യമന്ത്രി അന്വേഷണം നടക്കുമെന്നൊന്നും അല്ല MLAയോട് പറഞ്ഞത്. ഇനി മേലാൽ ഇത് മിണ്ടരുത്, ഇത് മേലാൽ ഇത് മിണ്ടരുത്. നമുക്ക് മനസ്സിലാക്കാം. അയാൾ മിണ്ടണ്ട. കാരണം നമുക്ക് മനസ്സിലാക്കാം, ഒരു റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിന് പഞ്ചായത്ത് മെമ്പർ ഉത്തരവാദിയാണ്, ആരോപണമാണ്. അത് അവിടെ പറഞ്ഞ് നിർത്തിയാൽ തീർന്ന്. അങ്ങനെയുള്ള ആരോപണമല്ല ഈ നിലമ്പൂർ MLA പുറത്തു വിട്ടിരിക്കുന്നത്. ഈ നിലമ്പൂർ MLA പുറത്തു വിട്ടിരിക്കുന്നത് എന്താണ്? ഒരാളെ കാണാനില്ല, അത് കൊലപാതകമാണ്. കസ്റ്റോഡിയൽ ഡെത്ത്, അതിൽ ഇയാൾക്ക് പങ്കുണ്ട്. 2 കോടി രൂപ കൈക്കൂലി വാങ്ങി, അതും ക്രൈമാണ്. തൃശൂർ പൂരം അടിച്ചു പൊളിച്ചു, അതും ക്രൈമാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായ ഹീനിയസ് ക്രൈമുകളെ കുറിച്ചിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ, നമ്മൾ ആലോചിച്ചു നോക്കിയ ഈ കള്ളനോട്ടടി കേസിലെ പ്രതിയെ റിസർവ് ബാങ്ക് ഗവർണറാക്കുന്ന പോലത്തെ സ്ഥിതിയല്ലേ? ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരാളെ പിടിച്ച് ADGP ആയിട്ട് അവിടെ നിർത്തുക, അത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല. ജസ്റ്റ് ഇമാജിൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ ദുര്യോഗം. ആ ഒരു ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ട ഒരു ടൈന്റഡ് പേഴ്സൺ, ആ പേഴ്സൺ ആരുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പാർട്ണർഷിപ്പ്? അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളും ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഫോർ ഹൂം? ഫോർ ചീഫ് മിനിസ്റ്റർ. ഞാനതാ നേരത്തെ ചോദിച്ചത്, ഈ തൃശൂർ പൂരവും ഈ ADGP തമ്മിൽ എന്താ ബന്ധം? വാട്ട് ഈസ് ഹിസ് റിക്വയർമെന്റ്? അയാൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല.
അല്ല അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും ഈ പറയുന്ന ADGP MR അജിത് കുമാർ പണിയെടുത്തിട്ടുണ്ടല്ലോ. അഡ്വക്കേറ്റ് ആസഫ് അലി ഈ സോളാർ കേസിന്റെ സമയത്ത് അതാർക്ക് വേണ്ടിയാണ്? അത് കോൺഗ്രസിന് വേണ്ടിയാണ്. അവിടെയാണല്ലോ KC വേണുഗോപാലിന് വേണ്ടി പോലും ശ്രമിച്ചു എന്ന് PV അൻവർ പറഞ്ഞത്. അല്ല അതും അൻവർ കൊന്ന കേസിൽ അതും അൻവർ പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് അല്ല, അൻവർ പറഞ്ഞതാണെങ്കിൽ എന്താണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? അല്ല ഈ സോളാർ കേസിന്റെ അട്ടിമറിക്ക് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസിന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത് സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. കേരള പോലീസ് സസൂക്ഷ്മം അന്വേഷിച്ചു. പരാതിക്കാരിക്ക് മുഖ്യമന്ത്രിയെ കാണുവാനുള്ള അവസരം കൊടുത്തില്ല. ഇതൊക്കെയാണ് അൻവർ പറഞ്ഞത്. CBI കേന്ദ്രത്തിലെ ഇല്ലില്ല, അത് പ്രൈമ ഫൈസ കള്ളത്തരമാണെന്നതിന്റെ തെളിവല്ലേ? അത് അവിടെ അവസാനിച്ചോ? കേരള പോലീസ് അന്വേഷിച്ചിട്ട് തെളിവില്ല എന്ന് കണ്ടെത്തിയ ഒരു കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിച്ചത് ഈ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. ഒരു വെള്ള കടലാസിൽ കളങ്കിതമായ സ്ത്രീ വന്ന് കടലാസിൽ അരഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പ്രതി ആവശ്യപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രതിക്ക് വേണ്ടി നടത്തുന്നത് ആദ്യമായിട്ടാണ്. ആ കേസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി, കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി സമയം കാത്തിരിക്കുന്ന കേന്ദ്ര ഏജൻസി 4-5 കൊല്ലം അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയില്ല. ആ കേസാണ് പറയുന്നത് ഈ മനുഷ്യൻ അത് വെറുതെ ഒന്ന് ചേർത്തതാണ്. കോൺഗ്രസുകാർ ഇത് കേട്ടാൽ അനങ്ങാതിരിക്കുമെന്നാണ് ഈ നിലമ്പൂർ MLA കരുതിയത്. ലീവ് ഇറ്റ് അപ്പാർട്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾ മാത്രമല്ല, അതെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്കാണ് പറയുന്നത്. ആ പങ്കെന്ന് പറയുന്നത് ചെറിയ പങ്കല്ല. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷയില്ലാത്ത സ്ഥിതിയിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഇദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. അഴിമതി നടത്തി, അതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. ഒരു കേസ് അട്ടിമറിച്ചു, അതിൽ അദ്ദേഹം പങ്കുവഹിച്ചു. അപ്പൊ ഈ വിവരങ്ങളെല്ലാം നാളെ ഞാനിനി ഒന്നും പറയുന്നില്ല, ഞാൻ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരില്ല. ഒരിക്കലും അവസാനിക്കില്ല. അങ്ങനെ ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവസാനിക്കില്ല. അത് മാത്രമല്ല, ഈ അന്വേഷണം എന്ന് പറയുന്നത് വെറും പ്രഹസനമാണെന്നതിൽ യാതൊരു സംശയമില്ല. അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ആസഫ് അലി പറഞ്ഞതുപോലെ ഇതിലെല്ലാം എല്ലാ പാർട്ടികളിലും കൊണ്ട് ചെന്നെത്തിക്കുവാനുള്ള ഒരു ശ്രമവും PV അൻവർ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ സോളാർ കേസിന്റെ കാര്യം. അതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ കാര്യം. ഈ തൃശൂർ പൂരം PV അൻവർ പറയുന്നു അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി MR അജിത് കുമാറിന്റെ നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന്. അത് BJPക്ക് തൃശൂർ ജയിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ചെയ്തി അവിടെ ഉണ്ടായതെന്നാണ്. പക്ഷേ ഇക്കാര്യം പറയുമ്പോൾ ഇന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു അതല്ല അവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. PV അൻവർ ഉന്നയിച്ച മറ്റ് വിഷയങ്ങളാണ്. അത് ശരിയുമാണ്, മറ്റു വിഷയങ്ങൾ എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് തമസ്കരിക്കുവാനും പറ്റുകയില്ലല്ലോ. പൂരത്തിന്റെ കാര്യം അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവുമാണ്. അത് മാത്രമല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്നല്ലേ BJP ആവശ്യപ്പെടേണ്ടത് ശരിക്കും. പക്ഷെ അത് തമസ്കരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? പൂരത്തിന്റെ കാര്യത്തിൽ അജിത് കുമാറിന്റെ നിലപാടിനെ BJPയുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശബരിമലയിലെ ഭക്തജനങ്ങളെ തല്ലിച്ചതയ്ക്കാന് ഏറ്റവും കൂടുതൽ ആക്രമോത്സുകനായിട്ട് മുന്നിട്ട് നിന്നതും ഇതേ ADGP തന്നെയാണ്, അജിത് കുമാർ തന്നെയാണ്. അപ്പോൾ അവിടെ BJPയുടെ നിലപാടിന് വിരുദ്ധമായിട്ടാണല്ലോ അദ്ദേഹം നിന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ BJPയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് കേവലം രാഷ്ട്രീയ വ്യായാമം മാത്രമാണ്, അതിലപ്പുറം ഒന്നുമില്ല. സത്യത്തിൽ ഈ PV അൻവറിന്റെ നിലപാട് വളരെയേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന PV അൻവറിന്റെ നിലപാടും മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള നിലപാടും തമ്മിലുള്ള വലിയ വ്യത്യാസം, അത് കൃത്യമായും അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ആസഫ് അലി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉത്തരവാദിത്വത്തോടു കൂടി വ്യക്തമായ തെളിവുകളോടുകൂടി ഞാൻ ആരോപിക്കുന്നു എന്നാണ് PV അൻവർ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വാദിയും പ്രതിയും എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പാകെ എത്തിക്കും, മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കാൻ വരെ തയ്യാറാണ്. ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ, MLA എന്നുള്ള നിലയിൽ അതിന്റെ ആധികാരികമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, പത്രസമ്മേളനം വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലൂടെ ഞാൻ മുന്നോട്ട് പോകും എന്ന് ആണയിട്ട് പറഞ്ഞ വ്യക്തി മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വാ മൂടിക്കെട്ടിയത് എന്തിനാണ്? മാധ്യമങ്ങൾ ഇന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്കിനി ഒന്നും പറയാനില്ല, എന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു, എല്ലാം മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി ബാക്കി നോക്കിക്കൊള്ളും. മുഖ്യമന്ത്രി എന്താ നോക്കിയത്? അദ്ദേഹം ഈ പറയുന്ന ADGPയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ, എന്നാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെന്ന് പറഞ്ഞാലും
ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് ഈ ടീമിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതേ മുഖ്യമന്ത്രിയുടെ, ഇതേ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലല്ലേ? അവര് തമ്മിൽ കച്ചവടക്കാരല്ലേ? അവര് നടത്തിയിരുന്ന കൊള്ളയുടെ കാര്യങ്ങളല്ലേ ഇദ്ദേഹം പുറത്തു പറഞ്ഞത്? അപ്പോൾ എല്ലാം ഒത്തുതീർപ്പാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം PV അൻവർ അതിന് കീഴടങ്ങി എന്നാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം കെ ടി ജലീലും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. കെ ടി ജലീൽ അത് ഫേസ്ബുക്കിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ പറയുന്നത് എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്, ഏത് അന്വേഷണവും നടക്കും, ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് ജലീൽ പറയുന്നത്. ഇങ്ങനെ രണ്ടുപേർ ഒരേ ദിവസം വന്ന് ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണുന്നു, തെളിവുകൾ കൈമാറുന്നു, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിപ്പെടുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? എല്ലായിടത്തും ഒരു ദുരൂഹത വരുന്നു. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയല്ലേ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത്? തികച്ചും ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞത് വളരെ ശരിയാണ്. തികച്ചും അസ്വാഭാവികതയുടെ പരമ്പരകളാണ് സംഭവിക്കുന്നത്. കൃത്യമായി തിരക്കഥ എഴുതി ഉണ്ടാക്കി നടത്തുന്ന ഒരു സിനിമ പോലെ ആണ് ഇപ്പൊ നമ്മൾ ഈ വസ്തുതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിറകിലുള്ള അജണ്ടകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവുക. ആരോപണങ്ങൾ സത്യസന്ധമാണെങ്കിൽ, ശക്തമാണെങ്കിൽ, അൻവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തെളിവുകൾ കൈവശമുണ്ട് എങ്കിൽ, വാദി പ്രതികളെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, ആധികാരികമായി ഉത്തരവാദിത്തത്തോടെയാണ് പറഞ്ഞത് എങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇക്കാര്യങ്ങളൊക്കെ അടിയറ വെച്ചുകൊണ്ട് പിന്മാറുകയല്ല PV അൻവർ ചെയ്യേണ്ടത്. മുന്നോട്ട് പോകണം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ CBIക്കോ കേന്ദ്ര ഏജൻസികൾക്കോ വന്ന് ഇടപെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു വഴിയുണ്ട്. കോടതിയിൽ പോയാൽ മതി. PV അൻവർക്ക് കോടതിയിൽ പോകാം. എന്നിട്ട് കോടതിയുടെ ഉത്തരവോടുകൂടി ഇവിടെ CBIയെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളെ ഇടപെടിക്കാനോ കഴിയും. ഇതൊന്നും അറിയാത്തയാളല്ല PV അൻവർ. എല്ലാം മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് വരികയാണ്. മുഖ്യമന്ത്രി എന്താ ചെയ്തത്? മുഖ്യമന്ത്രി അല്ലെങ്കിൽ പറയണം, ഇത് എന്റെ ഓഫീസ്, എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, എന്റെ വകുപ്പ്, എന്റെ പോലീസ് സേന, ഇതൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല, അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രിയും കാണിക്കുന്നില്ല. അതായത് കേന്ദ്ര ഏജൻസി ഒന്നും വേണ്ട, കുറ്റവാളിയുടെ കീഴിലുള്ള കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ മതി. അത് ആണ് ഇവിടെ ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിന് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടി എല്ലാം കുഴിച്ചു മൂടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആ കുഴിച്ചു മൂടിയതിന് കുട പിടിക്കുകയാണ് PV അൻവർ ചെയ്യുന്നത്. ശരിയാണ്. അത് വളരെയധികം സംശയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇത്രയും വലിയ അലിഗേഷൻ ഇവിടെ, ഇത് ആരോപണത്തിന്റെ ഘട്ടത്തിൽ നിന്ന് അത് ശരിക്കും തെളിവുകളിലേക്കും പരാതിയുമായിട്ടും ഒക്കെ മാറുന്നതിന് കാരണം അതൊരു ഭരണപക്ഷ MLA ആണ് ഉന്നയിച്ചത്. ഇത് തന്നെയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇനിയിപ്പോൾ അൻവറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അൻവറിന് മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ? ഇതിപ്പോൾ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണോ? ഒരു വൻമരം വീഴുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ പാർട്ടിയിൽ മറ്റുള്ളവർ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതാണോ? മറ്റൊരു വിഭാഗീയത CPM-ൽ ഉണ്ടാകാൻ പോവുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും ഇപ്പോൾ പൊതുസമൂഹത്തിന് അത്ര പ്രസക്തമായ കാര്യങ്ങളല്ല. പ്രസക്തം എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘത്തിന്റെ പിടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോയിട്ടുണ്ട് എന്ന് ഒരു ഭരണപക്ഷ MLA പറയുന്നതാണ്. അൻവർ അന്ന് പറഞ്ഞ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഈ ദാവൂദ് ഇബ്രാഹിമിനോടാണ് MR അജിത് കുമാറിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, MR അജിത് കുമാറിന്റെ ഭാര്യയുടെ ഫോൺ കോളിനെ കുറിച്ച് പോലും അൻവർ പറയുകയാണ്. അതിൽ ഒരു വശത്തുള്ളത്, ടെലിഫോണിന്റെ ഒരു വശത്തുള്ളത് അധോലോക സംഘത്തിൽപ്പെട്ടയാളാണെന്ന് പറയുകയാണ്. അതൊരു കൊള്ള സംഘമാണ്, അതിനെപ്പറ്റി താൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെയാണ്. അപ്പോൾ ശശിയും അജിത് കുമാറുമായുള്ള ബന്ധം പറയുന്നു, അവിടെ ഈ കൊള്ള സംഘത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, കള്ളക്കടത്ത് പറയുന്നു, സ്വർണം പൊട്ടിക്കൽ പറയുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് വേണ്ടേ? എന്തുകൊണ്ട് പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? ഈ ഒരു അന്വേഷണ പ്രഹസനമല്ലാതെ അന്വേഷണം ആർക്ക് വേണം? അതിലൊരു കാര്യവുമില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയെങ്കിലും വേണം. തൻ്റെ ഓഫീസിൽ അവതാരങ്ങളാണോ ഉള്ളത്, ആ അവതാരങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ തനിക്ക് കഴിയുന്നില്ലേ എന്ന്. മഞ്ജുഷ, ഇത് പല കാലഘട്ടങ്ങളിൽ നാം പലപ്പോഴായി ഇങ്ങനെ ദുരാരോപണങ്ങളുടെ മുൾമുനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിർത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ പല ഘട്ടങ്ങളിൽ അന്വേഷിച്ചു. പക്ഷെ ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, പക്ഷെ അന്നൊന്നും ഒരു മൂന്നാം കക്ഷിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇവിടെ ഒരു മൂന്നാം കക്ഷിയല്ല, ഭരണപക്ഷ MLA ആണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ ഈ മൂന്നാം കക്ഷിയുടെ ആരോപണവുമായി താങ്കൾ താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒരു ഭരണപക്ഷ MLA കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം.
അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുക, MLA തള്ളിപ്പറയുക, അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശുദ്ധമാണെന്ന് പറയുവാൻ കഴിയുകയില്ല. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, കേരളത്തിലെ പ്രതിപക്ഷം ഇത്ര ഗതികെട്ട നിമിഷത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ല. ഇപ്പൊ പ്രതിപക്ഷം ഏറ്റുപിടിച്ചിരിക്കുന്നത് ഭരണപക്ഷ MLA ആയ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ മറപിടിച്ചുകൊണ്ട് അതിനെ ഞങ്ങൾ തുടർന്ന് അന്വേഷിക്കും, അതിൽ അങ്ങനെയൊന്നും അൻവറിന് പിന്തിരിഞ്ഞോടാനാവില്ല തുടങ്ങിയിട്ടുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടെ നാം പരിശോധിക്കേണ്ടത് PV അൻവറിനെ പോലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ വെറാസിറ്റിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. ആ അന്വേഷണം നടക്കട്ടെ. പിന്നെ ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളെ സംബന്ധിച്ചു ഇതിലൊരു വലിയ ഞാൻ പറയട്ടെ, ഹസ്കർ ഈ അന്വേഷണം നടത്തുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഇന്റലിജൻസ് സംവിധാനം വഴി മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണമെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകുകയാണെന്ന് വെച്ചോളൂ. മറിച്ച് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്നാണ് റിപ്പോർട്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? മുഖ്യമന്ത്രിയാണ്. കാരണം തന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല. അതൊരു ഭരണപക്ഷ MLA പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് അറിയുമ്പോൾ അതിന്റെ പേരുദോഷം ആർക്കാണ്? അവിടെ പ്രതിച്ഛായ നഷ്ടം ആർക്കാണ്? മുഖ്യമന്ത്രിക്കും സർക്കാരിനുമാണ്. അല്ല മഞ്ജുഷ്, നിങ്ങൾക്ക് വരുത്തി തീർക്കാൻ നിങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷ്ക്രിയനായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നു എന്നുള്ളതാണ് ആ നറേറ്റീവ് എങ്കിൽ അത് അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് ഇത് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് നിങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്കെന്നല്ല, ഇത് ഉന്നയിച്ച ആളുകൾക്കും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഉന്നയിച്ച ആളുകളെ താങ്കൾ പറയുമ്പോൾ താങ്കൾ അൻവറെ തള്ളി പറയുകയാണല്ലോ അല്ലെ? അങ്ങനെ കരുതാമല്ലോ. നിശ്ചയമായും ഇക്കാര്യത്തെ സംബന്ധിച്ച് അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കപ്പെടണം, ഒരു സംശയമില്ല. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ MR അജിത്തിനെ പോലുള്ള അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം ഒരു കറപ്റ്റഡ് ഓഫീസറാണെന്ന് ശത്രുക്കൾ പോലും നാളിതുവരെ പറഞ്ഞതായി എനിക്കറിയില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം തന്റെ കീഴുദ്യോഗസ്ഥരെ മ്ലേച്ഛവും മൃഗീയവുമായ ഭാഷയിൽ പലപ്പോഴും അദ്ദേഹം ശകാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു കർത്തവ്യ ഉത്സുകനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ പല ഘട്ടങ്ങളിലും അദ്ദേഹം ശത്രുതയ്ക്ക് പാത്രഭാവാനായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങളെ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം പരിശോധിക്കാൻ. മാത്രമല്ല, വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തികളുമുണ്ട്. വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തെറിക്കാനിടയായ സാഹചര്യം താങ്കൾക്ക് അറിയാമല്ലോ. 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ MR അജിത് കുമാർ വന്നത് അതിനേക്കാൾ വലിയ പോസ്റ്റിലേക്കാണ്. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെ പദവിയിലേക്കാണ് വരുന്നത്. അതായത് ഇവിടെ DGPയേക്കാൾ പവർ ADGP ആയ MR അജിത് കുമാറിനാണ്. അന്ന് വിജിലൻസ് മേധാവി സ്ഥാനം തെറിച്ചതിന് കാരണം എന്താണ്? സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആ ആരോപണമാണ്. അത് ശരിയാണെന്ന് തെളിഞ്ഞതിന് ശേഷമാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതിന്റെ ശബ്ദരേഖ പോലും പുറത്തു വന്നു. അല്ല, അത് മഞ്ജുഷ പറയുന്നതിൽ അന്ന് വന്നിട്ടുള്ള ആരോപണങ്ങളുടെ വസ്തുതകളിലേക്ക് പോകുന്നതിനപ്പുറം നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അതിനേക്കാളും വലിയ തോതിൽ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണെന്നിരിക്കെ ആ ആരോപണങ്ങളുടെ പിന്നാലെ നാം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിക്കണം. അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഗവൺമെന്റ് പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുന്നേ. അതിന്റെ രാഷ്ട്രീയ വശങ്ങൾ കൂടി പരിശോധിക്കപ്പെടണം. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വലിച്ചെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാർ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുമായിട്ടുള്ള ഒരു ലേസൺ ഓഫീസർ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിംഗ് ഓഫീസർ എന്ന നിലയിലാണ് എപ്പോഴും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രവർത്തിക്കുക. കാര്യം പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ നടപ്പിലാക്കുക എന്നുള്ള ദൗത്യമാണ്. അത് രാഷ്ട്രീയ തീരുമാനമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് കൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്തരത്തിലൊരു ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതും പരിശോധിക്കുന്നതിനും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിനും പാർട്ടിക്കാവുമല്ലോ. ഇവിടെ ഇന്റലിജൻസ് സംവിധാനം അങ്ങനെ മോശമാണെന്നോ അല്ലെന്നേ. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കുഴപ്പം കാണിച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ബ്രീഫിങ്ങിൽ മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്തും. അതിനാവശ്യമായിട്ടുള്ള നടപടിയെടുക്കുന്നുള്ള ആർജവം
കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഇതൊരു ഭരണപക്ഷ MLA തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. ഈ ഇന്ത്യൻ സംവിധാനം ഉണ്ടെങ്കിൽ ഈ PV അൻവർക്ക് വന്ന് ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അൻവറിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട്. അതിൽ വസ്തുതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ആര് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലെ പ്രശ്നമേ അല്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിലേക്കാണല്ലോ ഇപ്പൊ വിരൽ ചൂണ്ടുന്നത്. അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇവിടെ UDF സംബന്ധിച്ചിടത്തോളം ശ്രീ PV അൻവർ വളരെ കൃത്യമായി സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം വെച്ചാൽ അതെല്ലാം പച്ചക്കള്ളമാണെങ്കിൽ നമുക്ക് ഇൻകൾപ്പറ്ററിയും എസ്കൾപ്പറ്ററി പാട്ടും ഒരു കേസിനെ സംബന്ധിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുമോ? അങ്ങനെയല്ലല്ലോ എടുക്കേണ്ടത്. തനിക്ക് അനുകൂലമാവുന്ന കാര്യങ്ങൾ മാത്രം തങ്ങൾ എടുക്കുന്നു എന്നും തങ്ങൾക്കെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തങ്ങൾ നിരാകരിക്കുന്നു എന്ന് പറയുന്ന നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും UDF അതുപോലെ BJP എടുക്കുന്നത്. അപ്പോൾ ആ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ തെളിവുകളില്ല, അതൊക്കെ നിഷേധിക്കുന്നു. പക്ഷേ മറ്റതിനൊക്കെ വലിയ അപകടം പിടിച്ച അല്ലെങ്കിൽ പരിതാപകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് വിരൽ ചൂണ്ടുന്നത് യാഥാർത്ഥ്യബോധത്തോടെ അല്ല എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് ആസഫ് അലി, ഹസ്കർ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രതിപക്ഷം എടുക്കുന്നു, മറ്റുള്ളവ തള്ളിക്ക് പറയുന്നു. അതാണല്ലോ താങ്കൾ ഈ സോളാർ കേസിനെ കുറിച്ചുള്ള കാര്യം സൂചിപ്പിച്ചത്, ലീവ് ഇറ്റ് എന്ന് പറഞ്ഞത്. അല്ല, ഇവിടെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഈ മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചതും ഇന്ന് പുലർച്ചയ്ക്ക് പുറത്തു വന്നതുമായ ആ അന്വേഷണം ഉണ്ടല്ലോ, എന്താണ് അവർ ജോലി? അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ MLA പറഞ്ഞിരിക്കുന്ന ഓരോ വിവരങ്ങളും നമ്മൾ വിലയിരുത്തും. ഒരു മേഡറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ കാര്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഒരു കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മാൻ മിസ്സിങ്ങിനെ കുറിച്ച്, ഒരാളെ കാണാണ്ടായി 1 കൊല്ലമായി, അത് കൊലപാതകം എന്ന സൂചനയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വിവരം ഇദ്ദേഹം പറഞ്ഞത് പോട്ടെ, വേറെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് കാണാതായിട്ട് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്ത് നിൽക്കുമ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ഒരു മെയിൻ ക്ലൂ പുറത്തു വന്നാൽ സ്വാഭാവികമായി കേരള പോലീസ് എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു അന്വേഷണ ഏജൻസി ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡാക്കി ആ മാൻ മിസ്സിംഗ് കേസിന്റെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. കള്ളക്കടത്ത് അതാണ് ഇപ്പൊ കസ്റ്റംസ് അതിനെക്കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് ഒരു ഉത്തരവാദപ്പെട്ട ഒരാൾ പറയാണ് ഇദ്ദേഹം 2 crore കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി വിജിലൻസ് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ ബാധ്യസ്ഥരാണ്. ഒരു ആത്മഹത്യാക്കുറിപ്പ് നശിപ്പിച്ചു, ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ആണ്, തെളിവ് നശിപ്പിക്കലാണ് ഒരു കേസിലെ. അതിൽ ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ നിലമ്പൂർ MLA വിളിച്ച് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡാക്കി ആ കേസിലേക്കുള്ള ക്ലൂ ആണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? എന്തന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതൊരു ടൂത്ത്ലെസ് ടൈഗർ ആണ്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണിൽ പൊടിയിടലാണ്. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നിലമ്പൂർ MLAയുടെ മനസ്സ് മാറ്റത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളെ നാട്ടിൽ കണ്ടതല്ലേ, ഈ ഇന്നോവ കാറും മാഷാ അല്ലാ സ്റ്റിക്കറും വരും എന്ന സൂചന കിട്ടിയാൽ അദ്ദേഹം എല്ലാം വരണ്ടു പോവും. CPMന്റെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇൻവോൾവ് ആയ കേസല്ലേ TP ചന്ദ്രശേഖരൻ കേസ്. ആ കേസിലെ പ്രതികൾക്ക് ഇഷ്ടംപോലെ പരോൾ, ശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ ഈ ഹാർഡ് കോർ ടെററിസ്റ്റുകളെ എല്ലാവിധ സൗജന്യങ്ങളും നൽകി അവരെ പരിരക്ഷിക്കുന്ന ഒരു പാർട്ടിയും ഒരു ഗവൺമെന്റും, ആ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും തലവനാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ് ഈ ADGP സംരക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ നിലമ്പൂർ MLA ഇതിന്റെ കോൺസിക്വൻസ് അദ്ദേഹം മനസ്സിലാക്കാതെ പറഞ്ഞു പോയതോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് കസ്റ്റംസ് ആ ഇഷ്യൂ ഏറ്റെടുത്തു, അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കസ്റ്റഡി മരണത്തിന്റെ കാര്യങ്ങൾ ആ പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? എന്തേ പോലീസ് അത് അന്വേഷിക്കാത്തത്? ഈ ബ്രൈബ് വാങ്ങി എന്നുള്ളത് വിജിലൻസ് ആ അന്വേഷണം ഏറ്റെടുത്ത് നടത്തേണ്ടതല്ലേ? നമ്മുടെ നാടൊരു നിയമവാഴ്ചയുടെ നാടല്ലേ? നിയമം കൊണ്ട് ഭരിക്കുന്നതാണോ? എത്ര വലിയവനാണെങ്കിലും നിയമമാണ് വലുത് എന്നല്ലേ പറയുന്നത്? അപ്പൊ ശരിക്കും നടത്താൻ അന്വേഷണം എന്താണ്? അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളും
ഓരോ ഹീനിയസ് ഗ്രേവ് ഒഫൻസിന്റെ ക്ലൂ ആണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ഭൂതത്തെ രണ്ടാമത് കുപ്പിയിലേക്ക് ഇടാൻ കഴിയില്ല. അദ്ദേഹം വിചാരിച്ചാലും കഴിയില്ല. മുഖ്യമന്ത്രി വേണ്ടെന്ന് പറഞ്ഞാലും അത് സാധിക്കില്ല. ഒരു നല്ലൊരു ഇപ്പോഴത്തെ എഗ്രസീവ് മീഡിയ, ഒരു പ്രോ ആക്റ്റീവ് ജുഡീഷ്യറി, നമ്മുടെ സിവിൽ സമൂഹത്തിന്റെ ഏറ്റവും ശക്തമായ പൊതു താല്പര്യങ്ങളെല്ലാം കൂട്ടിയോജിച്ച് വന്നാൽ ഇതെല്ലാം പുറത്തു വരും. ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന എന്താണ്? ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തൽക്കാലം അദ്ദേഹം സാധിക്കും. അത് എത്ര കാലം നിൽക്കും? ഈ കേസിന്റെ അന്വേഷണങ്ങളെല്ലാം ഈ രീതിയിൽ സെപ്പറേറ്റ് ആയി അന്വേഷണവും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ കണ്ടതില്ലേ ഇടുക്കിയിൽ ഒരു CPM നേതാവ് ഒരു കൊലപാതകത്തെ കുറിച്ച് പുറത്തു വന്നപ്പോൾ ആ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷനായി ഏറ്റെടുത്തു, അന്വേഷണം നടത്തിയില്ലേ? അതല്ലേ നമ്മുടെ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സമ്പ്രദായത്തിന്റെ രീതി അതല്ലേ? ഞാനത് ആദ്യം പറഞ്ഞത്. ഈ നിലമ്പൂർ MLA പറഞ്ഞിരിക്കുന്നത് ഒരു വെറും ആരോപണമല്ല, ഒരു 5, 6, 7 കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന ഇതുവരെ പോലീസ് അന്വേഷിച്ചിട്ട്, കസ്റ്റംസ് അന്വേഷിച്ചിട്ട് ഒരു എത്തും പിടിയും വിറ്റാത്ത കേസുകളുടെ ക്ലൂ ആണ്. ആ കേസുകളിലെല്ലാം ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉന്നതൻ, കേരള പോലീസിന്റെ തലവന്റെ ഒരു ഹാർഡ് കോർ ക്രിമിനലിന്റെ റോളാണ് നിലമ്പൂർ MLA പുറത്തു പറഞ്ഞത്. അതൊരു ചെറിയ സംഭവമാണോ? ഒരിക്കലും ചെറിയ സംഭവമല്ല. അതിന്റേതായ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പക്ഷേ അത് ഈ അന്വേഷണത്തിൽ, ഈ ഒരു അന്വേഷണത്തിൽ, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ അതിന് കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി കൂടി ചേരുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് യാസഫ് അലി. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇതിപ്പോൾ ഈ അൻവറിന് ഈ അജിത് കുമാറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പല പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അൻവറിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്ത കുറെ തോന്നലുകളുടെയും കുറെ തെളിവുകളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തിയതാണ് എന്ന് വിശ്വസിക്കുവാൻ എന്തായാലും തരമില്ല. അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പോലും കൊണ്ടുചെന്നെത്തുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം അബദ്ധത്തിൽ അദ്ദേഹം നടത്തുമെന്ന് ആരും വിചാരിക്കുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതായി താങ്കളുടെ ഒരു വിലയിരുത്തൽ വരുന്നത്? ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ അടങ്ങി, അൻവർ ഇനി കാര്യങ്ങൾ പുറത്തു പറയില്ല എന്ന രീതിയിലൊരു ഫീലിംഗും വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നു MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നുള്ള കാര്യം. ഇന്ന് പക്ഷേ അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല എന്ന്. അപ്പോൾ അൻവർ ചുവട് മാറ്റിയോ? മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏത് രീതിയിൽ അതിൽ വന്നിട്ടുണ്ട്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംശയത്തിൽ നിൽക്കുകയാണല്ലോ. ഊഹാപോഹങ്ങൾ ഒരുപാടുണ്ട് താനും. അല്ല, മഞ്ജുഷ്, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോംപ്രമൈസ്ഡ് ആണ്. അതായത് ഇവരെല്ലാം നിയമലംഘനങ്ങളും അഴിമതിയും മറ്റു പല കുറ്റകൃത്യങ്ങളും ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷ തേടി ചില കേസിൽ ജാമ്യത്തിലും അല്ലെങ്കിൽ ചില കേസിൽ എപ്പോൾ വേണമെങ്കിലും പെടാവുന്ന അല്ലെങ്കിൽ ചില കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുഖ്യമന്ത്രി മുതൽ താഴേക്കുള്ള ആൾക്കാരെല്ലാം. അപ്പൊ ഇവർക്കെല്ലാം പലതരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങളുണ്ട്. ഇപ്പൊ അൻവർ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ മലപ്പുറം അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെയുള്ള, കോഴിക്കോടൊക്കെയുള്ള ചില CPM സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോ KT ജലീൽ അല്ലെങ്കിൽ കാരാട്ട് റസാഖ്, PT റഹീമിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് കൂടി ഒരു നീക്കം നടത്തി. അതില് ഒരു കാര്യം അദ്ദേഹം ശ്രമിച്ചത് MR അജിത് കുമാർ ഒരു സംഖ്യയാണ് എന്ന ഒരു തരത്തിൽ ഒരു സംഖ്യ ചാപ്പ കുത്താൻ. അത് എനിക്കറിയില്ല. ഇപ്പൊ അദ്ദേഹം MR അജിത്, സാധാരണ പോലീസുകാരൊക്കെ പലരും എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ MR അജിത് കുമാറിന്റെ ഉള്ളിൽ ഒരു സംഖ്യ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പല പോലീസുകാരുടെയും ഉള്ളിൽ ഉണ്ടാകാം, അപ്പോ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. TP സെൻകുമാറൊക്കെ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു ഉള്ളിലുള്ള സംഖ്യ പുറത്തു വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ വ്യക്തമാക്കിയത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ. ഈ അൻവർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന്റെ ഒരു കാരണം CPM-ൽ ഇപ്പോൾ അൻവറിനല്ലാതെ അല്ലെങ്കിൽ CPM പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു നീക്കം P ശശിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പ്രത്യേകിച്ചും P ശശിക്കെതിരെയാണ് ഈ നീക്കത്തിന്റെ എല്ലാം കുന്തമുന ചെന്ന് തറയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് ഇവിടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് മേൽ ഒരു അധികാരവുമില്ല, ഒരു നിയന്ത്രണവുമില്ല എന്നുള്ള ഇടത്തു നിന്നാണ് ഈ പരാതിയുടെ എല്ലാം അതിന്റെ ഉത്ഭവം. ഈ അൻവറിന് ചില
വ്യക്തിപരമായ കാരണങ്ങൾ, ചിലരോടുള്ള വ്യക്തിവൈരാഗ്യം, അദ്ദേഹത്തിന്റെ ഈഗോ, അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ചില നിലവാരക്കുറവ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇതിന്റെ പുറകിൽ CPM-ൽ തന്നെയുള്ള ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ കണ്ണൂര് തന്നെ CPM-ൽ ഇപ്പൊ 4 വിഭാഗങ്ങളുണ്ട്. ആനന്ദ് കൊച്ചുകൂടി അതിൽ അൻവറിന്റെ പേഴ്സണലായിട്ടുള്ള ചില താല്പര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അൻവറിനെതിരെ പല തരത്തിലുള്ള അലിഗേഷൻസ് വരുന്നതാണ്. ഈ പാർക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്, കോടതികളിൽ കേസുകൾ ഉള്ളതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഈ MR അജിത് കുമാറും P ശശിയും തമ്മിലുള്ള ബന്ധം അത് മുഖ്യമന്ത്രി അറിയാത്ത ബന്ധമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്യുന്ന കാര്യം തന്നെയാണ്, സംശയമില്ലല്ലോ. അല്ലാതെ മുഖ്യമന്ത്രി അറിയാതെ P ശശി MR അജിത് കുമാർ നെക്സസ് പ്രവർത്തിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പിന്നെ അതിനും അപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അൻവർ പറഞ്ഞതുപോലെ. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അൻവറും കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ P ശശി മുഖാന്തരം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പല പരാതികളും കൊടുത്തിട്ടുള്ളതാണ് എന്ന്, ഒന്നിനും ഒരു തീർപ്പും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്, ഈ അൻവറിന്റെ തന്നെ ചില നിലവാരക്കുറവ് അതും ഈ ആരോപണങ്ങളിൽ നിഴലിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു മിശ്രിതമാണെങ്കിൽ ഈ അൻവറിന് പിന്നിൽ താങ്കൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണല്ലോ, പാർട്ടിയുടെ തന്നെ ഒരു ലോബി ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാകുമോ? അല്ല, അൻവർ വെറുതെ ഇതെല്ലാം വായുവിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലോ. ഇതിന്റെ തുടക്കം 13 ദിവസം മുൻപാണ്. അൻവർ പോലീസ് ഇപ്പോഴത്തെ മലപ്പുറം SP-യുമായിട്ട് ആണ് അദ്ദേഹത്തിന്റെ പ്രശ്നം തുടക്കത്തിൽ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പാർക്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയിട്ട് അത് പിടിച്ചില്ല എന്നുള്ള കാര്യത്തിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പൊ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ അൻവറൊക്കെ CPM-ലെ പല നേതാക്കളുമായിട്ടും ആശയവിനിമയം നടത്തുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എല്ലാ വിഭാഗം CPM-ലെ എല്ലാ വിഭാഗം നേതാക്കളുമായിട്ടും ആശയവിനിമയം നടത്തുന്ന ആൾക്കാരാണ്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻവറിന് ഇപ്പോൾ പോലും അല്ലെങ്കിൽ ഇന്നായിരിക്കും മനസ്സിലായത്, ഈ നമ്മൾ പഴയ സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമകൾ കാണില്ലേ, ഏറ്റവും അവസാനം വില്ലന്റെ മുഖം വരുമ്പോൾ അത് മറ്റേ പിണറായി വിജയൻ തന്നെയാണ് ഇതിന്റെ എല്ലാം കിങ് പിൻ എന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ ആ ഒരു ധാരണ ഇന്നായിരിക്കും അൻവറിന് കിട്ടിയത്. അപ്പോൾ അൻവർ വിചാരിക്കുന്നത് കുറെ കാര്യങ്ങൾ ശശിയും MR അജിത് കുമാറും കൂടി കൊണ്ടു നടക്കുന്ന അവരുടെ ഒരു സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിക്കുകയാണ് എന്നായിരിക്കും അൻവറും ജലീലും ഒക്കെ കുറെ കാലമായിട്ട് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം മുകളിൽ അല്ലെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് BJP-യുടെ കേന്ദ്ര നേതാക്കളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധം ഉള്ളത് എന്ന് അറിയാവുന്ന പലരും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇതിന്റെ എല്ലാം മുകളിൽ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന് ഈ ശശി നടത്തുന്ന 90-99% കാര്യങ്ങളെല്ലാം, ശശിയുടെ ഓപ്പറേഷൻസ് എല്ലാം പിണറായി കൂടി അറിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ശശിക്ക് വ്യക്തിപരമായിട്ട് കണ്ണൂര് അടുത്ത തവണ തലശ്ശേരിയിൽ മത്സരിക്കാനും അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒരു ജില്ലാ സെക്രട്ടറിയായിട്ട് വീണ്ടും ഒരു അവസരം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കപ്പുറം ഈ സിൻഡിക്കേറ്റിൽ അതിന്റെ കിങ് പിൻ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് അവസാനം മുഖ്യമന്ത്രിയിലേക്കാണ്. അപ്പൊ അൻവർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചെറിയ അദ്ദേഹത്തിന്റെ ഈഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് വ്യക്തിവിരോധം കാരണം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറം അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം അവസാനം ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അൻവറിന് ഇന്നായിരിക്കാം ബോധ്യപ്പെട്ടത്. പക്ഷെ അൻവറിനെ പിരികേറ്റി വിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ, അൻവറിനെ കൊണ്ട് ഇതുപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പൊ അവസാനം അദ്ദേഹം കോമാളിയായെങ്കിലും ഇത്രയെങ്കിലും ഒക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല. അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഉന്നയിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അൻവറിനെ നമുക്ക് കോമാളിയായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല ശ്രീ ആനന്ദ് കൊച്ചുകൂടി. കാരണം അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതല്ല, അതിൽ അൻവർ പറയുന്നത് കള്ളമാണെങ്കിൽ അത് കള്ളമാണെന്ന് പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെ അൻവറിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുമില്ല. എന്താണ് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എന്നത് രഹസ്യമായി തന്നെ ഇരിക്കുകയാണ്. അൻവർ പറയുന്നത് ഒരു അന്വേഷണം നടക്കും എന്നുള്ളതുമാണ്. ഒരു കാര്യം കൂടി ഞങ്ങളിവിടെ ചർച്ച ചെയ്തു വന്നിരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ അൻവർ പറഞ്ഞതിൽ തന്നെ സെലക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നുള്ളൂ എന്നതാണ്. അതിലിപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ BJP-ക്ക് താല്പര്യമില്ല അൻവർ പറഞ്ഞ ആ കാര്യത്തോട്. അതുപോലെ തന്നെ കോൺഗ്രസിന് താല്പര്യമില്ല ഈ സോളാർ കേസിന്റെ കാര്യം അൻവർ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ അൻവറും അക്കാര്യത്തിൽ BJP-യെയും കോൺഗ്രസിനെയും അതിലേക്ക് വലിച്ചിഴയ്ക്കുവാനുള്ള
ഒരു അവസരം വിനിയോഗിക്കുകയും ചെയ്തിട്ടില്ലേ, ഒരു ബാലൻസ് ആക്കി നിർത്തുവാൻ വേണ്ടി? അല്ല, അൻവറിന് സൈബർ സഖാക്കളുടെ വലിയൊരു പിന്തുണയുണ്ട്. ആ പിന്തുണ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ മേമ്പൊടിക്ക് ചേർക്കണം, ഈ മസാല ചേർക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പി ജയരാജന്റെ ഒക്കെ കൂടെയുള്ള സൈബർ സഖാക്കളുണ്ടല്ലോ, അമ്പാടിമുക്ക് സഖാക്കളും പി ജെ ആർമിയും, അതുപോലെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് അതിന്റെ പുറകിലുള്ള പല സൈബർ ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരുടെ എല്ലാം പിന്തുണ അൻവറിനുണ്ട്. ആ പിന്തുണ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ, അത് തുടർന്നും കിട്ടണമെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ വരുന്ന പോസ്റ്റുകളെല്ലാം പിണറായി വിജയനെ സ്തുതിക്കുന്നു, പക്ഷേ ശശിക്കും അജിത് കുമാറിനും എതിരാണ്, അൻവറിനെ വാഴ്ത്തുന്നതാണ്. അപ്പോൾ ആ ഒരു ലൈനാണ് അൻവർ സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മരിക്കുന്നവരെ അല്ലെങ്കിൽ ഞാനൊരു ചെങ്കൊടിക്ക് കീഴിലാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പാർട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏത് പാർട്ടി എന്ന് ചോദിച്ചാൽ അതേ അൻവർ ഇന്ന് പാർട്ടിക്ക് അദ്ദേഹം വഴങ്ങി എന്ന രീതിയിലുള്ള സൂചന കൊടുക്കുന്നുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തോട് പറഞ്ഞു കാണും, എന്തായാലും ഇതിൽ കൂടുതൽ കളിച്ചാൽ അൻവറിനെ തന്നെ പൂട്ടാനുള്ള വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അത് അൻവർ തന്നെ വളരെ കോംപ്രമൈസ്ഡ് ആണ്. അദ്ദേഹം മിച്ചഭൂമി കയ്യേറി അദ്ദേഹത്തിന്റെ വ്യവസായം ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം എത്ര നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നതിന്റെ ഒരു കണക്ക് പിണറായി വിജയനും കാണും. അദ്ദേഹത്തിനും പലരുടെയും ഫയലുകൾ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഒരു ഭീഷണിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾക്ക് അൻവറിനും അടിപ്പെടേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഈ പിണറായി വിജയനെതിരെ നിൽക്കുന്ന കണ്ണൂരെ ഒരു വിഭാഗം, അവരുടെ കൂടെ തോമസ് ഐസക്കും അതുപോലെ തിരുവനന്തപുരം ഭാഗത്തുള്ള അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്തുള്ള ചില CPM നേതാക്കളും ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അവരെല്ലാവരും കൂടി ഇതിന്റെ പുറകിൽ ഏതെങ്കിലും തരത്തിലൊരു ചാലക ശക്തിയായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ സംശയിക്കാനുള്ള എല്ലാ കാരണവും ഇതിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി. എസ് ജയസൂര്യൻ ഇവിടെ നേരത്തെ ഹസ്കർ ഇപ്പോൾ ചർച്ചയിലില്ല, അദ്ദേഹം അല്പസമയം മുമ്പ് ചർച്ചയിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ശ്രീ ആസഫ് അലിയോട് ചോദിക്കുകയും ചെയ്തതാണ്. സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, അത് BJPയും അക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അൻവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെയാണ് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ സ്വയമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളല്ല, അത് ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെയുള്ളത് ഇതിലും സെലക്റ്റീവ് ആവുകയാണ് പ്രതിപക്ഷം. ഒരിക്കലുമല്ല, ഇവിടെ സെലക്റ്റീവ് ആവേണ്ട ഒരു കാര്യവും BJPയെ സംബന്ധിച്ചില്ല. ഇപ്പൊ ഈ തൃശൂർ പൂരത്തിന്റെ കാര്യം തന്നെ എടുക്കാം, അതാണല്ലോ BJPയുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ ഒരു വിഷയത്തെ കൃത്യമായിട്ട് അതിന്റെ ഒരു നിയമവശം പരിശോധിച്ചാൽ UAPA ചുമത്താവുന്ന അത്ര ഭീകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത്തരം ഒരു വിഷയത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമ്മുടെ സംസ്ഥാന ഭരണകൂടം CBIയെ ഇടപെടുത്താൻ തയ്യാറാണോ? ആ രീതിയിലുള്ള ഒരു തുറന്ന സമീപനം സംസ്ഥാന ഭരണകൂടത്തിനുണ്ടോ? ഇവിടെ ബാലൻസിങ്ങിന് വേണ്ടിയായിരിക്കാം PV അൻവർ അങ്ങനെയൊക്കെ ചെയ്തത്. അതെന്ത് തന്നെ ആയിരുന്നാലും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല രഹസ്യങ്ങളും അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന കാര്യമാണ് എന്ന് അൻവറിനറിയാം. അൻവറിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളുടെ മുഴുവൻ ഫയലുകളും റിപ്പോർട്ടും പിണറായി വിജയന്റെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കച്ചവടം നടക്കണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ആയേ പറ്റൂ. അപ്പോൾ അതിന് പോലീസ് സംവിധാനത്തെ നിഷ്ക്രിയമാക്കി നിർത്തുകയും പോലീസ് സംവിധാനത്തിലൂടെ തന്നെ പോലീസ് മന്ത്രിയെ, അതായത് ആഭ്യന്തരമന്ത്രിയെ, മുഖ്യമന്ത്രിയെ വരുതിക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് അൻവറിന്റെ ലക്ഷ്യമായിരിക്കാം. അതിന് തിരുവിതാംകൂർ ലോബി, CPIMലെ തിരുവിതാംകൂർ ലോബിയുടെ സഹായം അൻവറിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏതായാലും പിന്നീട് വ്യക്തമാകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ ഏതെങ്കിലും തരത്തിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല BJPയുടെ ഭാഗത്ത് നിന്നുള്ളത്. അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും അതെല്ലാം അന്വേഷിക്കണം. കാരണം അതെല്ലാം ഗുരുതരം തന്നെയാണ്. അദ്ദേഹം അക്കമിട്ട് നിർത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതീവ ഗുരുതരമാണ്. അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്, എവിഡൻസ് ഉണ്ട്, വാദിയുണ്ട്, പ്രതിയുണ്ട്, എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ജനപ്രതിനിധിയായി ഞാൻ സംസാരിക്കുന്നത്, ഒന്നും അറിയാതെയല്ല. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ ഒറ്റ ദിവസം കൊണ്ട് മയക്കുവെടി വെച്ച് വീഴ്ത്തണമെങ്കിൽ പിണറായി വിജയന്റെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളുണ്ട്. അപ്പോൾ പിണറായി വിജയനും അൻവറും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് ഈ വിഷയം മറ്റു പല വഴികളിലേക്കും തിരിച്ചു വിട്ടുകൊണ്ട് ജനശ്രദ്ധ അങ്ങനെ മാറ്റാം. അതായത് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കാണ്, അല്ലെങ്കിൽ മലബാർ ലോബിയും തിരുവിതാംകൂർ ലോബിയും തമ്മിലുള്ള ചരട് വലിയാണ്, അതല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ PT റഹീമിന്റെ, കാരാട്ട് റസാഖിന്റെ, KT ജലീലിന്റെ, അൻവറിന്റെ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു വലിയ മുന്നേറ്റമാണ് എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് ക്രൈമാണ്, കുറ്റകൃത്യങ്ങളുടെ ഭീകരമായ പരമ്പരയാണ്.
അതിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെങ്കിൽ പോലീസ് വകുപ്പിന് നേരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ സത്യസന്ധത ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ പോലീസ് പദവി രാജിവെക്കുന്നു, ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. മാറി നിൽക്കട്ടെ, മരുമകനുണ്ടല്ലോ, മുഖ്യമന്ത്രിയാക്കാമല്ലോ, എന്നിട്ട് അന്വേഷിച്ചുകൂടെ? എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇനി അതല്ല, അൻവർ പറയുന്നത് കള്ളത്തരമാണെന്നിരിക്കട്ടെ, അൻവറിനെ പിണറായി വിജയൻ തള്ളി പറഞ്ഞുകൂടെ? അൻവർ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്, ഇങ്ങനെയല്ല നേരിടേണ്ടത്. അൻവർ നാവടക്കണം, മര്യാദ പാലിക്കണം എന്നല്ലേ പറയേണ്ടത്? അവിടെ പറയാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കാരണം അതിനുശേഷം അൻവറിന്റെ ഒരു ബോഡി ലാംഗ്വേജും അൻവറിന്റെ വാക്കുകളും കേൾക്കുമ്പോൾ ഒരു നിയന്ത്രണം അവിടെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത് ഉറപ്പിച്ചു പറയാൻ അല്ലേ? ആ നിയന്ത്രണം ശാസന കൊണ്ടല്ല മഞ്ജുഷ്, ആ നിയന്ത്രണം ഒത്തുതീർപ്പാണ്. കള്ളനും തമ്മിലുള്ള ആയിട്ട് കണ്ടുകൂടെ? അപ്പോൾ അതൊരു ഒത്തുകച്ചവടമല്ലേ? അങ്ങനെ കണ്ടുകൂടെ? അതല്ല എങ്കിൽ പരസ്യമായിട്ട് ശാസിക്കട്ടെ, പരസ്യമായിട്ട് പറയട്ടെ അൻവർ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട്, കൂട്ടുത്തരവാദിത്വമുണ്ട്, നിങ്ങൾ CPM-ന്റെ MLA ആണ്, പാർട്ടിയിൽ പറയൂ, എന്നോട് പറയൂ, നിങ്ങൾ എന്തിനാ പത്രസമ്മേളനം വിളിച്ച്? ഒന്നും വേണ്ടിയില്ലല്ലോ, ഒരു ചോദ്യവും ഇല്ലല്ലോ, ഒരു പരിഭവം പോലും പിണറായി വിജയനില്ലല്ലോ. അല്ലല്ലോ, മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി പൊതുസമൂഹത്തിന് കിട്ടിയേ തീരൂ. കാരണം ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തൽ ഒരു ഭരണപക്ഷ MLA തന്നെ ഉന്നയിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പാർട്ടി നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. CPM സഹയാത്രികർ മാത്രമാണ് ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ പോലും പ്രതികരിക്കുന്നത്. അഡ്വക്കേറ്റ് T. ആസഫ് അലി, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുൻപ് തനിക്കെതിരെയും സർക്കാരിനെതിരെയും തന്റെ ഓഫീസിനെതിരെയും ഏത് കാര്യവും അന്വേഷിച്ചോട്ടെ, അത് കേന്ദ്ര ഏജൻസികൾക്ക് വന്ന് അന്വേഷിക്കാം എന്നുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള ആളാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ മുൻപ് വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇത്തവണ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അന്ന് അങ്ങനെ തയ്യാറായത് വലിയ രീതിയിലുള്ള അവകാശവാദത്തിനും പിന്നീട് കാരണമായിട്ടുണ്ട്. എന്തും അന്വേഷിക്കാൻ തയ്യാറുള്ള ഒരു സർക്കാരാണെന്ന്. പക്ഷേ ആ പ്രതിച്ഛായക്ക് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുകയല്ലേ? ഞാനതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പണ്ട് കാലങ്ങളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തനായി പതറി മൊത്തത്തിൽ. എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഈ അൻവറിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷവും അതിന് മുമ്പും സംസാരിക്കുന്ന വിഷയം അതാണ്. ഇതിൽ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പലതും പൊളിറ്റിക്കൽ നേച്ചറാണ്. ആ പൊളിറ്റിക്കൽ നേച്ചറായ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഈ ഉദ്യോഗസ്ഥൻ എന്താണ്, ഈ പോലീസുകാരൻ എന്താണ്? അയാൾ പണം ഉണ്ടാക്കിയിരിക്കാം, അയാൾ കസ്റ്റഡി മരണത്തിൽ അയാൾ റോൾ എടുത്തിരിക്കാം, പക്ഷേ മറ്റ് വിഷയങ്ങളെല്ലാം പൊളിറ്റിക്കലാണ്. അപ്പൊ പൊളിറ്റിക്കൽ ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം, ഞാനൊരു ഒരു ഓർണമെന്റൽ ചീഫ് മിനിസ്റ്ററാണ്, എന്റെ ആഫീസ് ഭരിക്കുന്നത് എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരളത്തിലെ ഒരു ADGP ലോ ആൻഡ് ഓർഡറുമാണ്. അപ്പൊ ആരാണ് കേരളം ഭരിക്കുന്നത്? മുഖ്യമന്ത്രി ഇന്നലെ പോലീസ് സമ്മേളനത്തിൽ പറഞ്ഞ പ്രസ്താവന തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് ഈ MR അജിത് കുമാറിനെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വരട്ടിയപ്പോൾ വരണ്ടില്ലേ എന്ന് നമ്മൾ ഊഹിച്ചാൽ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇന്നലെ പോലീസ് അസോസിയേഷൻ അദ്ദേഹം കയ്യടി വാങ്ങിയത് എന്താണ്? ഈ അധിക്ഷേപിക്കപ്പെടുന്ന ഈ കളങ്കിതനായ ഈ അട്രോസിറ്റിക്കെല്ലാം കൂട്ടുത്തരവാദിയായ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുമെന്ന ധ്വനിയല്ലേ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കയ്യടി വാങ്ങിയത്? അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയപ്പോൾ കംപ്ലീറ്റ് സബ്സൈഡായി, അദ്ദേഹം സറണ്ടർ ചെയ്തു. അപ്പൊ പിന്നെ ഇവന് കൊടുക്കുന്ന ഒരു ദിക്തയല്ലേ അൻവറിനെ വിളിച്ച് വരട്ടിക്കൊള്ളണം, അൻവറിനെ സൈലൻസ് ചെയ്യാൻ. ഞങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അതല്ലേ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴുള്ള സ്ഥിതി എന്താണ്? മുഖ്യമന്ത്രി പോലീസുകാരുടെ സമ്മേളനത്തിൽ വളരെ ആവേശത്തിന് സംസാരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രി രാത്രി പാതിരാവിലെ വരെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. ആ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന SP-യെ പോലും, ഒരു മരമ്പൂർ കേസിലെ പ്രതിയാണ്, ഫോറസ്റ്റ് അയാളുടെ മേലെ കേസെടുക്കേണ്ടതാണ്, ആ SP-യെ പോലും സസ്പെൻഡ് ചെയ്യുവാനുള്ള ആർജവം മുഖ്യമന്ത്രി കംപ്ലീറ്റ് ഗ്യാസ് ഔട്ടായി. അപ്പൊ മുഖ്യമന്ത്രിയെ വരട്ടിയിട്ടുണ്ടാവുക ഈ ADGP-യും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇതെല്ലാം മൊത്തത്തിൽ നമ്മളൊന്ന് ഒരുമിച്ചിരുത്തി വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? അൻവറിനെ സൈലൻസ് ചെയ്യാൻ ആർക്ക് കഴിയും? ഈ ADGP-ക്ക് ആവില്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ആവില്ല. പിന്നെ
മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടുന്ന ഒരു ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയ്ക്കയെ പോലുള്ള ഒരു നീക്കമുണ്ടോ എന്ന് സംശയം. അൻവർ ഇന്ന് പറഞ്ഞ എന്താണ്? ഞാൻ ഈ പരാതിയുടെ കോപ്പി പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ബിസിനസ് ഓഫ് പാർട്ടി സെക്രട്ടറി? പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പത്രക്കാരെ കാണുമ്പോൾ ഗർജിക്കുന്നു, അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു, അദ്ദേഹത്തിന് നല്ലതും ചീത്തയും പറയാൻ കഴിയുന്നില്ല. അപ്പൊ കംപ്ലീറ്റ് വൂണ്ടഡ് ആണ് ആളുകൾ. അപ്പൊ ഈ നടന്ന സംഭവങ്ങളെല്ലാം വെളിച്ചത്ത് വന്നാൽ പാതിരാവ് സൂര്യൻ ഉദിച്ച സ്ഥിതി ഉണ്ടാവുമെന്ന് CPM നേതാക്കന്മാർക്കറിയാം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, മന്ത്രിമാർക്കറിയാം. അതുകൊണ്ടാണ് അൻവറിനെ വിളിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അൻവർ അദ്ദേഹം ഒരുപാട് കേസുകളിൽ പെട്ടുകിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിനെല്ലാം ഈ സർക്കാരിന്റെ ഒത്താശ വേണം, പരിരക്ഷ വേണം. ഈ തോന്നിയാസങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് സർക്കാരിന്റെ ഒത്താശയാണ്. അത് കിട്ടുന്നതിൽ കുറയുന്നതാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു. ശരി അഡ്വക്കേറ്റ് ഒറ്റ ചോദ്യം കൂടി. ശ്രീ ആനന്ദ് കൊച്ചുകൂടി പാർട്ടിക്ക് പരാതി കൊടുത്ത അൻവർ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? അല്ല, ഇപ്പോൾ അദ്ദേഹം ഈ ഉന്നയിച്ച പരാതികളെല്ലാം പാർട്ടിയോട് ഇന്നിപ്പോ TP രാമകൃഷ്ണൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ ആദ്യം പറയേണ്ടതായിരുന്നു എന്ന രീതിയിൽ TP രാമകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പാർട്ടിക്ക് വിധേയനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് ഇന്ന് മുഖം നഷ്ടപ്പെട്ട ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസിനോടും CPM-ന്റെ സൈബർ വെട്ടുക്കിളികൾ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സൈബർ വെട്ടുക്കിളികളോടും ഒക്കെ പറയുന്ന ഒരു കാര്യം ഒരു വശത്ത് ഒന്നത്. രണ്ടാമത് ഇത് പാർട്ടി കൂടി ഇതിൽ ഒരു നിലപാടെടുക്കട്ടെ, പാർട്ടിയെ കൂടി വെട്ടിലാക്കാൻ പറ്റുമോ എന്നുള്ള, അതായത് ഇപ്പൊ അൻവറിന് അദ്ദേഹത്തിന്റെ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് അജിത് കുമാറിനെ തെറിപ്പിക്കണമെന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു യൂട്യൂബറുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ വകുപ്പുകൾ ഇടാത്തതിനെ കുറിച്ചുള്ള പരാതിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശശി തെറിക്കണമെന്നുള്ള ഉദ്ദേശം ശരിക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിലെ മറ്റ് പലരുടെയും താല്പര്യങ്ങളും അൻവറിന്റെ താല്പര്യങ്ങളും ആ കൂടിച്ചേരുന്ന അവരുടെ താല്പര്യങ്ങളും എല്ലാം ഇന്നത്തെ ഈ ഒരു ദിവസത്തെ സംഭവ വികാസങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. ഇത് ഒരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഇത് തീരാൻ പോകുന്നില്ല. അടുത്ത ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനത്തിലും അടുത്ത പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസിലും ഒക്കെ ഇതിന്റെ അലയൊലികൾ ഉണ്ടാകും. അപ്പോഴായിരിക്കും ഇതിന്റെ എല്ലാം പൂർണ്ണ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാകും. ശരിയാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. എന്തായാലും ഭൂതത്തെ തുറന്നു വിട്ടു കഴിഞ്ഞു. അത്ര എളുപ്പമല്ല കുടത്തിലടയ്ക്കുന്നതിന് വേണ്ടി. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അൻവറിന്റെ ആരോപണം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം തൃപ്തികരമോ? അതെ എന്ന് 18% പ്രേക്ഷകർ മാത്രം, അല്ല എന്ന് 79%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു